ചോദിച്ചോളൂ. തൃശൂർ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വി എൽ സുനിൽകുമാറിന്റെ പ്രഖ്യാപനം. അതിലൊരു കാര്യമില്ല. കാരണം ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നതാണ്. ഞാൻ വിചാരിച്ചത് CPM സ്ഥാനാർത്ഥികളെ പോലെ ആയിരിക്കില്ല CPI സ്ഥാനാർത്ഥികൾ എന്നാണ്. അതും പഴയ ആൾക്കാരെ തന്നെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടോ എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും ഇപ്പോൾ സംശയമാണ്. മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എവിടെയും പൊതുജീവിതത്തിൽ കാണാത്ത ഒരാളാണ്. പിന്നെ സുനിൽകുമാർ ഇവിടെ MLA ആയി മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു പുതുമയുള്ള സ്ഥാനാർത്ഥിയല്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്നു. CPM പറ്റി പറഞ്ഞതുപോലെ തന്നെ പഴയ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ തന്നെയാണ് LDFന്റെ 20 സ്ഥാനാർത്ഥികളും എന്നിപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. ഒരു ചലനവും തൃശ്ശൂരിൽ ഇത് ഉണ്ടാക്കില്ല, ഒരു മണ്ഡലത്തിലും ഉണ്ടാക്കില്ല. LDFന്റെ സമ്പൂർണമായ തകർച്ച, UDFന്റെയും ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. കാരണം 19 MP തന്നെ ഇപ്പൊ കേൾക്കുന്നത് സുധാകരനെ തന്നെ കണ്ണൂരിൽ നിർത്താൻ പോകുന്നത്. അതുകൊണ്ട് LDF UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതുമയും നൽകുന്നില്ല. NDAയുടെ സ്ഥാനാർത്ഥികളാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യരായിട്ട് വരാൻ പോകുന്നത്. തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് കിടപിടിക്കാൻ സുനിൽകുമാർ അല്ല ആര് വിചാരിച്ചാലും കാര്യമില്ല. സുനിൽകുമാറിനോട് എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. CPM വോട്ട് കോൺഗ്രസിന് പോവാതെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങൾ നടത്തണം. കാരണം CPM BJPയെ തോൽപ്പിക്കാൻ എല്ലാ കാലത്തും ചെയ്യുന്ന പതിവ് പരിപാടി ചെയ്യരുത് എന്ന് ഇടതുമുന്നണിയിൽ നിങ്ങൾ പറയണം. അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ സംഭവിച്ചത് CPM വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് ഒരു വികാരം വരുമ്പോൾ അവർ മറിച്ച് ചെയ്യുന്ന പതിവുണ്ട്. CPIയെ ബലിയാടാക്കരുത് എന്നുള്ളത് നിങ്ങൾ LDF നേതൃത്വത്തിൽ പറയണം. കാരണം നിർത്തിയ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു CPIയെ കുഴിയിലാക്കാൻ തന്നെയുള്ള നീക്കമാണ് CPM നടത്തുന്നത്. പക്ഷെ അതിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണമാണ് NDA നടത്താൻ പോകുന്നത്. ഈ സുനിൽകുമാർ സ്ഥാനാർത്ഥി എത്തുമ്പോൾ ഈ ഇടതുമുന്നണി പ്രചരിപ്പിക്കുന്ന തനി